നമസ്കാരം. ഇന്നു ഞാൻ മേടക്കൂറ്, ഇടവക്കൂറ് തുടങ്ങിയ കൂറുകളെ കുറിച്ച് പറയുന്നു. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രങ്ങൾ മാത്രമേ ജ്യോതിഷത്തിൽ കണക്കാക്കിയിട്ടുള്ളൂ. അവ ഈ കാണുന്ന നക്ഷത്രങ്ങളാണ്. ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ മേടം രാശി മുതൽ മീനം രാശി വരെ 12 രാശികളിലായി ഭാഗിച്ചാൽ ഒരു രാശിയിൽ 2.25 നക്ഷത്രങ്ങൾ വീതം വരുന്നു. 2.25 നക്ഷത്രം ഗുണം 12 സമം 27 നക്ഷത്രം. ഇപ്രകാരം മേടം രാശിയിൽ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം മാത്രം ഉൾപ്പെടുത്തിയ മേടം രാശിയെ ഈ നക്ഷത്രങ്ങളുടെ കൂറ് എന്ന് പറയുന്നു. ഇനി കാർത്തികയുടെ ശേഷിച്ച മുക്കാൽ ഭാഗവും രോഹിണി, മകയിരത്തിന്റെ പകുതിയും ഉൾപ്പെടുത്തിയ ഇടവം രാശിയെ ഈ നക്ഷത്രങ്ങളുടെ കൂറ് എന്ന് പറയുന്നു. തുടർന്ന് മകയിരത്തിന്റെ ശേഷിച്ച പകുതിയും തിരുവാതിരയും പുണർത്തത്തിന്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുത്തിയ മിഥുനം രാശിയെ ഈ നക്ഷത്രങ്ങളുടെ കൂറ് എന്ന് പറയുന്നു. ഇപ്രകാരം ശേഷിച്ച നക്ഷത്രങ്ങളെ 2.25 നക്ഷത്രങ്ങൾ വീതമായി തൊട്ടടുത്ത രാശിയായ കർക്കിടകം മുതൽ മീനം രാശി വരെ കണക്കാക്കണം. ഒരു കുട്ടിയുടെ ജന്മനക്ഷത്രം, നക്ഷത്രത്തിൽ ചെന്ന നാഴിക, ദശാകാലം തുടങ്ങിയവ കാണുവാൻ ഈ പറഞ്ഞ കൂറ് അറിയണം. Please subscribe the channel. വാച്ച് ആൻഡ് ലേ, ഒരു ജ്യോതിഷം ചാനൽ. Thank you for watching.